ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല ഒരുമിച്ചുകൂടുന്ന കബൂലാക്കുമാറാവട്ടെ. അവിടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവന്റെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അല്ലാഹുവുമായി ബന്ധപ്പെടാൻ വേണ്ടി തന്ന അമലാണ് നിസ്കാരം. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ. നിസ്കാരം മുഅ്മിന്റെ മുനാജാത്താണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണം, രഹസ്യമായ ചർച്ച. വളരെ വേണ്ടപ്പെട്ട ആളെ മാത്രം കൂട്ടി ഒറ്റക്കൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ ആണ്. നിസ്കാരം മുഅ്മിന്റെ മുനാജാത്താണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കാരം മുഅ്മിന്റെ മിഅ്റാജ്. എന്താണ് മിഅ്റാജ്? നമ്മൾ സാധാരണ മിഅ്റാജിന്റെ സമയത്ത് പറയുന്നു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കരമായ മാനസികമായ അവസ്ഥകളുണ്ടായി. ഒരു ഭാഗത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, തങ്ങളുടെ താമും തമലുമായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തുണ്ടായി. തങ്ങൾക്ക് മറ്റൊരർത്ഥത്തിൽ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായ, എല്ലാ അർത്ഥത്തിലും തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളായിരുന്നു അബൂ താലിബ്. വിശ്വാസി അല്ലെങ്കിൽ പോലും അബൂ താലിബിന്റെ വഫാത്തുണ്ടായി. ശുഅബ അബൂ താലിബിൽ തങ്ങളെ ബൈഹാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ ബഹിഷ്കരിക്കപ്പെട്ടു. ഒന്നും കൊടുക്കാൻ പാടില്ല, ഒന്നും വാങ്ങാൻ പാടില്ല, കച്ചവടം പാടില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ സഹാബാക്കളുടെ വാക്കുകളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ പട്ടിണി സഹിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ചെറിയ മക്കളുടെ കരച്ചിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥ. താന്നു തണലുള്ള ആളൊക്കെ പോകുമ്പോണ്ടാവുന്ന വേദനയും വിഷമമൊക്കെ ഉണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നേരിട്ട് അല്ലാഹുവിലേക്ക് വിളിച്ചു. സാധാരണഗതിയിൽ മക്കൾ വിദേശത്താണുള്ളത്, അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഉപ്പ മരിച്ച് ഉമ്മ ഒറ്റക്കാരുള്ളത്. സാധാരണഗതിയിൽ മക്കളെന്ത് ചെയ്യാൻ ഉമ്മടെ നേരെ അങ്ങോട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ കൊണ്ടുപോയി. തങ്ങളുടെ മനസ്സിന് തസല്ലി, തങ്ങൾക്ക് സമാധാനം, സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മിഅ്റാജ് ഉണ്ടായത്. സ്പെഷ്യൽ യാത്രയും. അതുകൊണ്ടാണ് ബുറാക്ക് വന്നത്. അതിന് മുമ്പ് ബുറാക്കൊന്നും അറിയില്ല. അടിച്ചുപൊളി യാത്രയും ഫുൾ സെറ്റപ്പില് ഭയങ്കര സ്പീഡ്, കണ്ടെത്തൽ നിർത്തി കാലത്തിന്. ഹിജ്റക്കൊന്നും കിട്ടിയിട്ടില്ല, മക്ക മദീന റൂട്ടിലൊന്നും കിട്ടിയില്ല. പക്ഷെ ഭയങ്കര സ്പെഷ്യൽ അവസ്ഥയിലാണ് കൊണ്ടായത്. അങ്ങനെ എത്ര പോയി പറഞ്ഞാൽ അങ്ങോട്ട് ഏകദേശം സിദ്റത്തുൽ മുൻതഹ. അല്ലാഹു തആല സംഭവം സൂറത്തുൽ നജ്മിൽ പറയുന്നു. عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു ആ വലിയ സംഭവം പറഞ്ഞു. സിദ്റത്തുൽ മുൻതഹ അതെന്താണ്? അതൊക്കെ വലിയ വിശദീകരണത്തിന്റെ ആവശ്യമുള്ള സാധനം. ഏതായാലും അവിടെ എത്തി, അങ്ങറ്റത്തെത്തി. ثم دنا فتدلى فكان قاب قوسين أو أدنى. ഞാൻ കുറച്ചാഴ്ചകൾ മുമ്പ് കാബ കൗസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നതാണ് കാബ കൗസൈൻ. വില്ലുമായി മുട്ടുന്ന ആ ഒരു സംഭവം. അത്ര അടുത്തു ആയിട്ട് അല്ലാഹുമായി അടുത്ത്. ആര് പറയാണ്? നബി സല്ലല്ലാഹു എന്ന് പറയില്ല, അല്ലാഹു പറയാണ്. ثم دنا فتدلى فكان قاب قوسين أو أدنى. വില്ലുമായി അടുക്കുന്നതിനേക്കാൾ എന്ത് ചെയ്തു അല്ലാഹു നബിയുടെ ശാസനത്തിലായിരുന്നു. അതാണ് ഒരു ദറജെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി തഖദ്ദം യാ ഹബീബ്. നബിയെ ഇനി തങ്ങൾ പോയിക്കോളി. ഇതേ കൂട്ടത്തിൽ വന്നിട്ട് ഒരാൾ നിങ്ങൾ പോയിക്കോളിയാണ്, നിങ്ങൾ പോയിക്കൂടെയാണ്. നബിയുടെ ശാസനം ജിബ്രീലിലെ ആരുമില്ല പറഞ്ഞു, ഇനിക്ക് അങ്ങോട്ട് വരാൻ ബ്രഹ്മശാല പുരാപണങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് അറയിലാക്കി കൊടുക്കാം. പിന്നെ അറയ്ക്ക് എന്തില്ല
ഇല്ല. നിങ്ങൾ ഫുള്ള് അറിയാനുണ്ടായി ശരിക്കും ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. വാതിൽ വരെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഓരോരോ വേണ്ടത് നിങ്ങൾ മുനാജാത്താണ്. ഇതേപോലെ നിങ്ങൾ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല. ആ സംഭവത്തിനാണ് നമ്മൾ മിഅ്റാജ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ശമാസ്വദിപ്പിച്ചു. തങ്ങൾക്ക് നിസ്കാരം എന്ത് കൊടുത്തു? ഏറ്റവും വലിയ രാജാതിരാജനായ റബ്ബിനെ കാണാൻ വേണ്ടി പോയപ്പോ ഏറ്റവും അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമക്ക് കൊടുത്ത സമ്മാനാണ് എന്ത്? നിസ്കാരം. നബി നിങ്ങൾ കൊണ്ടേ കൊടുത്തു 50 വക്ത് കൊടുത്തിരുന്നു. നല്ല കൊടുത്തിരുന്നു. എയർപോർട്ടിലൊക്കെ ഫുള്ള് കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ എല്ലാവരും വകയും കൊടുത്തിട്ടോ. പിന്നെ അവസാനം കൊണ്ടര കയ്യില്ല, ആ മുമ്പൊക്കെ ഉണ്ടോ. അതേപോലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇതൊന്നും കൊണ്ടൊരു കാര്യമില്ല. തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഇത് ലോഡ് എടുക്കില്ല. നബിതന്റെ സാധനങ്ങൾ അങ്ങനെ അയച്ചു. നബിതന്റെ സാധനങ്ങൾ അങ്ങോട്ട് പോയി കുറക്കാൻ വേണ്ടിട്ട് പോയപ്പോൾ നബിതന്റെ സാധനം ഉമ്മത്തിനോട് കഴിയില്ല. 45 ആക്കി പിന്നെയും പോയി. മൂസാ നബി വിടില്ല. മൂസാ നബിക്ക് ഒക്കെ അല്ലാഹു കാരണം ചെയ്യട്ടെ. ആ മൂസാ നബി അവിടെ ഉണ്ടായതുകൊണ്ട് മൂസാ നബി പിന്നെ അയച്ചു. അവസാനം 5 പറഞ്ഞു. അപ്പോഴും മൂസാ അലൈഹിസ്സലാം പറയട്ടെ, മൂസാ അലൈഹിസ്സലാം വലിയ കൗമിനെ മേച്ച നബിയാണ്. കൊണ്ടുവരുന്നതാണ് ഇവരെ ഇസ്രായേലിനെ കൊണ്ടുവരുന്ന ആളാണ്. അവിടെ മൂസാ നബിക്കാരെ എന്നെക്കാട്ട് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ? അവിടെ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു 5 ആവില്ല. നബിതന്റെ സാഹചര്യം പറഞ്ഞു, ഇനി അള്ളാന്റെ അടുക്കൽ കൂടി ഉറപ്പിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം ഇനി പോയാൽ ഞാൻ മാണ്ടാക്കാൻ ഇതെത്ര ഉണ്ടാകുക? അവിടെ എനിക്ക് ലജ്ജ 5 നമ്മളൊക്കെ പ്രത്യേകിച്ച് വന്നതാണ്. ഏറ്റവും വലിയ ഹബീബ് വന്നപ്പം കൊടുത്ത വലിയ വലിയ സമ്മാനാണ് നിസ്കാരം. അള്ളാഹുമായി ഇത്ര അടുപ്പത്തിൽ നബിതന്റെ സാഹചര്യങ്ങൾ കണ്ടത് മിഅ്റാജിലാണ്. അതുകൊണ്ട് നബിതന്റെ സാഹചര്യം പറഞ്ഞു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. എന്റെ മിഅ്റാജ് ഇങ്ങനെയാണ് ഉണ്ടായത്. എന്റെ ഉമ്മത്തികളായ മുഅ്മിനീങ്ങൾക്കുള്ള മിഅ്റാജ് നിസ്കാരമാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിനോട് സംസാരിക്കേണ്ടതാണ് നിസ്കാരം. ഒരമാക്കൾ എഴുതുന്നുണ്ട്, അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ ശരീഫ് ഓതിയാൽ മതി. അള്ളാഹുവിനോട് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. അള്ളാഹുവായിട്ടുള്ള ബന്ധം ലോകത്തിന് അടക്കി ഭരിക്കണ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അള്ളാഹുവിനെ ഒരു മനുഷ്യൻ അവന്റെ കാര്യത്തിൽ ഇടപെടിക്കാൻ പറ്റിയ ഒരു അമൽ ആണ് നിസ്കാരം. സാധാരണ ആർക്കും പറ്റേന്. അത് വലിയ ആലിമിന്, വലിയ ഔലിയക്ക്, വലിയ ആൾക്കില്ല. നിസ്കാരം ആമാണ് എല്ലാവർക്കും. ആർക്ക് വേണമെങ്കിലും ആരോട് ബന്ധപ്പെടാം? പോയി അള്ളാഹുമായി ബന്ധപ്പെടാം. ആണാട്ടെ പെണ്ണാട്ടെ ഒന്നും പ്രശ്നമല്ല. എല്ലാവർക്കും അള്ളാഹുവിനെ ഇടപെടിക്കാം. വരേണ്ടതാണ് നിസ്കാരം. നിസ്കാരം അത്ര താക്കത്തുള്ള അമലാണ്. നമുക്ക് നിസ്കാരത്തിന്റെ താക്കത്ത് അറിയില്ല. കാരണം നമ്മൾ നിസ്കാരത്തിന്റെ ഭാരം ചെയ്യുന്ന അമലാണ്. استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. الله قرآن പറയാണ്, استعينوا بالصبر والصلاة. ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ചോളൂ. പ്രശ്നം ഉണ്ടാവും ചെയ്യേണ്ട 2 രീതിയാണ്. ഒന്ന്, ആദ്യം ക്ഷമിക്കണം. ആദ്യം പറഞ്ഞത് എന്താണ്? ഉസ്തഈനു ബിസ്സബ്ർ ആണ്. ആദ്യം ക്ഷമിക്കണം. പിന്നെ ബിസ്സലാ, നിസ്കാരം കൊണ്ട് അല്ലാഹുവിനോട് സഹായം ചോദിക്കും. വഇന്നഹാ ലകബീറത്തുൻ, അത് വലിയ കാര്യമാണ്. ഇല്ല അലൽ ഖാശിഈൻ, ഭയഭക്തി ഉള്ളവർക്ക് ഒഴികെ. ബാക്കിയുള്ളവർക്കൊക്കെ വലിയ സംഭവമാണ്. എന്ത് ബാക്കിയൊക്കെ റെഡിയാണ്. ബാക്കി എന്തിനു റെഡി? നിസ്കരിക്കാൻ ആവില്ല. ഒരു ആവശ്യം വന്നു 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ കഴിയൂല. ഫർളനോട് ആയി നിസ്കരിക്കേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ്. നിസ്കരിക്കാൻ കഴിയില്ല. ഒരാളുടെ അവിടെ എന്തെങ്കിലും സാധനം പറ്റി കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. പഞ്ചസാര വാങ്ങി നേരിട്ട് കുടിച്ചാൽ പഞ്ചസാര എന്താ ആവശ്യം? നമ്മൾ വീട്ടിൽ കൊണ്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ വേണമെന്നാ കുടിച്ചാൽ എന്താ വിളക്കില്ല. അല്ലെങ്കിൽ പഞ്ചസാര അവിടെ കൊണ്ടാക്കാൻ ആള് ഇപ്പൊ 4 കുട്ടികൾ നിങ്ങൾ വെച്ചില്ല. നല്ല കുപ്പായം കിട്ടി വന്നാണ്. ആ വാണ്ടങ്ങനെ കുപ്പായത്തിലൊക്കെ അന്ന് ബസ്സല്ല. ആ പ്രശ്നമില്ല. പുറത്ത് പിടിച്ചാലാണ് പുറത്ത് എടുത്ത് കൊണ്ടുപോയി കൊണ്ടുവച്ച് അകത്ത് പൈസ പൈസ എന്തിനോ കൂടി. അതേ മനുഷ്യനോട് പറഞ്ഞാണെങ്കിൽ ഏതായാലും കൂടാൻ കൊടുത്തില്ല. 4 റക്അത്ത് നിസ്കരിച്ച് പോയി വെച്ചാൽ കുപ്പായ ശരിയല്ല, അത് ശരിയല്ല, വിയർത്തിന് ഞാൻ അവിടെ ഒരാൾ കാത്തിക്കുന്നത് പറഞ്ഞു പഞ്ചസാര കൊണ്ടുവച്ചു. അന്ന് പ്രശ്നമില്ല. പക്ഷേ ഇല്ലാത്തവർക്ക് നിസ്കാരം ഭയങ്കര ഭാരമായിരിക്കും.
കനുണ്ടോ? ഭയങ്കര കനുണ്ടോ? നമ്മൾ അല്ലാത്ത ശുക്രിയടോ ബാബുക്കൊക്കെ പള്ളിക്ക് വരാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. കാരണം നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ വലിയ ഭാഗ്യം പോയി. എത്ര നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരുണ്ട്, നിസ്കരിക്കൂല. നമ്മളൊരു അങ്ങനത്തെ ക്വാളിറ്റി നിസ്കാരമില്ല. നിസ്കാരമില്ലാത്ത ദീനിൽ അള്ളാന്റെ അടുക്കൽ ഒരു വിലയില്ല, ഒരു വിലയില്ല. ഞാനിത് നല്ലപോലെ മനസ്സിലാക്കണം. നമ്മുടെ ആളുകളുടെ ക്വാളിറ്റി അളക്കല് വേറെ ഉപകാരങ്ങൾ ചെയ്യണം. അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അങ്ങനത്തെ ആളാണ്, ഇന്നത്തെ ആളാണ്, പരോപകാരിയാണ്, നാട്ടുകാരെ കാര്യത്തിനോട് ഓടി നടക്കലാണ്, അങ്ങനത്തെ ആളാണ്, ഇന്നത്തെ ആൾ. നിസ്കാരത്തിലേക്ക് തരല്ല. അള്ളാഹ് ഓരോ അംഗീകാരം ഉണ്ടാവും. നിസ്കരിക്കാത്തവന്റെ അമൽ അള്ളാഹ് സ്വീകരിക്കൂല എന്ന് വരെ ഹദീസിലുണ്ട്. അവന്റെ വേറെ അമലുകൾ നിസ്കാരം അത്ര അള്ളാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിച്ച് നിന്റെ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാൻ കഴിയാത്തവൻ എത്ര വലിയ ഭാഗ്യം കണ്ടവനാണ്. ഒരെണ്ണം ഏറ്റവും നല്ല ആളവൻ അള്ളാഹുവിന്റെ മുമ്പിൽ സർവാധിപത്യവും സർവാധിപനായ അള്ളാഹുവിന്റെ മുമ്പിൽ നെറ്റിത്തടം വെച്ചിട്ട് നീ പരിശുദ്ധവാനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് തോഫീക്കില്ലെങ്കിലാണ് എന്താണ് ഏറ്റവും വലിയ അമൽ. ഏറ്റവും വലിയ അമൽ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സാധനം നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഏറ്റവും വലിയ അമൽ ഞാൻ ആരായിക്കൊള്ളട്ടെ. നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? ദുനിയാവിൽ ഒരു അമലിങ്ങനത്തെ ഇല്ല. കാരണം മനുഷ്യൻ അവന്റെ ഏറ്റവും വിലപ്പെട്ട അവന്റെ മുഖം കൊണ്ട് എവിടെ വെക്കുകയാണ്? അവന്റെ നെറ്റിത്തടം മണ്ണിൽ വെക്കുകയാണ്. അവന്റെ പൃഷ്ഠഭാഗം ഒരു ഉയർത്തിപ്പിടിക്കുകയാണ്. ഇനി ഇതിനേക്കാളും വലിയ തദല്ലുൽ, ഇനി ഇതിനേക്കാളും വലിയ നിസാരത ബോധ്യപ്പെടുത്താൻ പറ്റിയ ഏത് അമലല്ല നിങ്ങൾ പറയും? അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഒരു അടിമ അല്ലാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണെന്ന്. ഇന്ന സാജിദ യസ്ജുദു ബൈന ഖദമൈ റഹ്മാൻ, സുജൂദ് ചെയ്യുന്നവൻ റഹ്മാനായ അല്ലാഹുവിന്റെ കാൽപാദത്തിലാണ് തലവെക്കുന്നത് എന്ന്. ഏറ്റവും അല്ലാഹുവിനോട് അടുപ്പം നിസ്കാരത്തിൽ സുജൂദിലാണ്. ഇതിന് ഭാഗ്യം കിട്ടാത്തവർ ആരായിട്ട് കാര്യം? അവരുടെ ജീവിതത്തിന്റെ നിലപാടുകളിൽ, ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ അല്ലാഹുവിന്റെ എത്ര ബന്ധമുണ്ട് നോക്കാനുള്ള അമലാണ് നിസ്കാരം. അതുകൊണ്ടാണ് കുത്തേറ്റ് രക്തം വാർന്നൊലിച്ച് ബോധം നഷ്ടപ്പെടുമ്പോഴും ബോധം ഉണരുമ്പോൾ നിസ്കാരത്തിന്റെ സമയമോ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനോ പറഞ്ഞ പറയും നിസ്കാരം ഇല്ലാത്ത ഇസ്ലാമിൽ യാതൊരു ആരായിക്കോട്ടെ, എന്ത് സംഭവ വികാരമായിക്കോട്ടെ, നാട് മുഴുവനോ എന്തൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നിസ്കാരം ഇല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ ഒരു വിലയില്ല. അള്ളാന്റെ അടുക്കൽ ഒരു വിലയില്ല. നമ്മൾ പല വിലയിട്ടാണ്. കാരണം നമുക്ക് നിസ്കാരത്തിന്റെ അളവ് പോലെ അറിയില്ല. അവിടെ നിസ്കാരം ഏറ്റവും വലിയ അമലാണ്, അള്ളാഹുമായിട്ട് മുനാജാത്താണ്. അള്ളാഹുവിന്റെ നിസ്കാരത്തിന് എത്ര താക്കത്തുണ്ട്. എനിക്കും തോന്നുന്നു നിസ്കാരത്തിന്റെ വില അറിയാനില്ല. ഇന്ത്യ, വിശാലമായ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്ന് തുടങ്ങിയ ആ ഭാഗങ്ങൾ മൊത്തമുള്ള അഫ്ഗാന്റെ ബോർഡർ ഇതൊക്കെ ഉള്ള വലിയ ഇന്ത്യ ഭരിച്ചിരുന്ന ആളായിരുന്നു ഷാജഹാൻ ചക്രവർത്തി. ഇവർ ഡൽഹി ജാമ്യ മസ്ജിദിന്റെ മുമ്പില് ലാൽഖില ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ ജമാ മസ്ജിദിൽ, ദില്ലി ജുമാ മസ്ജിദിൽ അന്ന് മുല്ലാ ജീവൻ റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷാജഹാന്റെ മോനാണ്. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി മുല്ലാ ജീവന്റെ അടുക്കൽ വന്ന് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുകയും അങ്ങനെ ഷാജഹാൻ ചക്രവർത്തിക്ക് ഒരു പൂതി, പട്ട് ധരിച്ചാൽ എന്താണ് മനുഷ്യനെപ്പോഴും ആഗ്രഹം എന്താണ്? എന്താ വേണ്ടെന്ന് പറഞ്ഞാല് അതാണ് മനുഷ്യൻ. അൽ ഇൻസാനു ഹരീസുൻ ഫീമാ മുനിയോട് തടയപ്പെട്ട കാര്യത്തിനോട് ആർത്തില്ലാതാണ് ആര്? മനുഷ്യൻ. ഇവിടെ തുപ്പരുത് നെയ്യാ ഞാൻ തുപ്പലിങ്ങനെ വരും, മനസ്സിലായില്ലേ? അങ്ങനെ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ നോ പാർക്കിംഗ് പറഞ്ഞാൽ അതിന് നേരെ ചോട്ടിലെ വണ്ടിക്ക് അങ്ങനെയൊക്കെയാണ്. അതിന് എന്താണ് തടയപ്പെട്ടത്? അതിനോട് ആർത്തില്ലാണ്. അതുകൊണ്ട് പട്ടിട്ടുണ്ടായിരുന്നു. കണ്ടമാനം പൈസന്റെ വഴി ഇഷ്ടംപോലെ ഇങ്ങനത്തെ കാട്ടത് ഇങ്ങനെ ഒരു 5 ലക്ഷത്തിന് കെട്ടുമായിട്ട് ആരെങ്കിലും നടക്കില്ല. എന്തെങ്കിലുമൊക്കെ പായത്തിന് ഒരു എംപ്ലൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് വെക്കുമ്പോഴാണ് എന്തുണ്ടാകുക? ഒരു ആനന്റെ ചിത്രപ്പടങ്ങനെ അത് വെച്ചാല് ആനന്റെ ആൾക്കാർക്കൊക്കെ അറിയാം ഇത്ര 3000 രൂപ വിലണ്ടാണ്, 5000 രൂപ വിലണ്ടാണ്. അത് പുറത്തൊരു സുഖം എന്താ 250 കുപ്പായിട്ടാലും ഏകദേശം പരാപറഞ്ഞുണ്ടാകാം. പക്ഷെ അങ്ങനെ വരണ്ടാകുക ഇതേ മര്യാദ പട്ടിട്ടാൽ എന്താണ് വലിയ രാജാവ് കഴിക്കുന്നുണ്ടായി. അപ്പൊ അതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ മുല്ലാ ജീവൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു പട്ടി പുരുഷന്മാർക്ക്
പട്ടുപുരുഷന്മാർക്ക് ആറാമാണ്. പക്ഷെ അത് ഒരു മനുഷ്യന്റെ ആദ്യം ഒരു താല്പര്യമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് മസല എന്താ രാജാക്കന്മാർക്ക് പറ്റുമോ അങ്ങനത്തെ മസല ഉണ്ടായിരുന്നു. ഏതായാലും മൂപ്പരഞ്ഞുമായി കിട്ടും. മുല്ലാജി പറഞ്ഞതായാലും ഈ ജനങ്ങളിലേക്ക് ചാരം പാടണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പര അതിന്റെ മട്ടത്തിൽ ആ കാര്യം പറഞ്ഞു. ഏത് ഇനി അർത്ഥമുണ്ടാവില്ല, എടുത്തിട്ട് പോകണമെന്നാലും കൂടിയുണ്ടാവുക. അപ്പോ അത് പറഞ്ഞതിന് പേരിൽ അതങ്ങനെ അറിഞ്ഞപ്പോ മുല്ലാജി ഷാജഹാന് ആരൊക്കെതില്ല സംസാരിക്കണേ, ആർക്കെതില്ല സംസാരിക്കും. ഇവിടെ കമ്മിറ്റിക്കാരെതിരെ സംസാരിച്ചാൽ എന്നെ പഠിക്കും. പിന്നെ രാജാവിനെതിരെ സംസാരിച്ചാലോ, ബാങ്ക് മെമ്പറാണ് കമ്മിറ്റിക്കാരന് ഏതെങ്കിലും പള്ളിയിലെ പന്തി അറിയാതെ വന്ന് പിറ്റത്താഴ്ച പലിശ പറഞ്ഞാലും അയാളെ പണി അപ്പം തന്നെ തെളിച്ചു. ഞാൻ ചെയ്ത തെറ്റാതൊന്നും ആർക്കും പ്രശ്നമില്ല. പള്ളിന്റെ സെക്രട്ടറി, ബാങ്കിന്റെ സെക്രട്ടറി ഒരാള് മനസ്സിലായില്ലേ, നമ്മളെ നാട്ടിലാവുന്ന പ്രശ്നം. മുല്ലജി വരാമെന്നതിൽ പറഞ്ഞു, ജനങ്ങളിൽ ഇത് പടർന്നതിൽ പറഞ്ഞു. പക്ഷെ രാജാവിന് ഇതില്ല പറഞ്ഞത്. അന്നത്തെ രാജാവിന് ഉടൻ സഭ കൂടി തീരുമാനമെടുത്തു ജയിലിലടക്കാൻ. മുല്ലജി വരാമെന്നതിനെ ജയിലിലടക്കാൻ വേണ്ടി തീരുമാനിച്ചു. മുല്ലജി വരാമെന്നതിനെ ജയിലിലടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതൊന്നും ഈ സാധനമില്ല, ഇത് പള്ളി പാലല്ലേ, അതേ പള്ളിയിലുണ്ട്. അപ്പൊ ഔറംഗസീബ് ഓടി എവിടുന്ന്, വീട്ടിൽ നിന്ന് ഓടി വന്ന് ഹസ്രത്തിനോട് പറഞ്ഞു, ഹസ്രത്ത് നിങ്ങൾ വേഗം ഇവിടുന്ന് എവിടെയെങ്കിലും മാറിക്കണം. കാരണം ഉസ്താദാണ്, ഇവിടുന്ന് വേഗം എവിടെയെങ്കിലും മാറിക്കണം. കാരണം എന്താ, ഇപ്പം പടാ സൈന്യം പിടിക്കും, അറസ്റ്റ് ചെയ്യും, പ്രശ്നമാവും, അവിടെ നിങ്ങൾ വേഗം മാറിക്കണേ. അപ്പൊ എന്താ വിഷയമൊക്കെ ചോദിച്ചപ്പോ എന്താന്നൊക്കെ പറഞ്ഞു. മുല്ലജി പറഞ്ഞതായാലും പറഞ്ഞു, ലോട്ട കൊണ്ടിറങ്ങണം. ലോട്ട ഈ ഇതില്ലേ ഉതു കൊടുക്കുന്ന പാത്രങ്ങളില്ലേ ഭൂമി, അതിനകത്തൊക്കെ പറയുന്നല്ലോ, അത് ആ കയ്യൊക്കെ ലോട്ടുണ്ട്. യുപിയിലൊക്കെ ഇപ്പോഴും ഉതു കൊടുക്കൽ ലോട്ടാണ്. ഒരു ഹാൻഡ് പൈപ്പ് ഉണ്ടാവും, അതിന് പാത്രങ്ങൾ പോയി വെള്ളം കുടിച്ചിട്ട് അടിപൊളി ഇരുന്നിട്ടാണ് ഉതു കൊടുക്കല്. ലോട്ട കൊണ്ടുവരാൻ വേണ്ടി എന്താ വെച്ചാൽ ഉദൂന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉദൂന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ പാടെ ഇവിടേക്ക് വന്ന സ്പീഡിനേക്കാൾ അപ്പുറത്തെ സ്പീഡിക്ക് അവരുടെ ഓടി വാപ്പന്റെ അടുത്തേക്ക്. എന്നിട്ട് വാപ്പനോട് പറഞ്ഞു, അധികാരം സകലം ഇപ്പൊ താറുമാറാവും, ഹസ്രത്ത് ലോട്ട ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷാജഹാൻ ചക്രവർത്തി ആയുസ് പിടിച്ച് എക്കും കൂടി ഇല്ലാതെ ഓടി വന്നു. ഹസ്രത്തിനോട് മാപ്പ് വെച്ചു. കാരണം ഔറംഗസീബിന് അറിയാൻ നിസ്കരിച്ചാൽ സെൽസലാവും ഞാൻ. താക്കത്ത് വാലി നമാസ്, പവറുള്ള നിസ്കാരം, ജാൻവാലി നമാസ്, ജീവനുള്ള നിസ്കാരം, അത് എന്നും അത് വിലയുള്ളതാണ്. നമ്മളെ നിസ്കാരത്തിന് ജീവനില്ലാതായി. നമ്മളെ നിസ്കാരത്തിന് ജീവനില്ല. നമ്മൾ സ്വപ്നത്തിലാണ് നിസ്കരിക്കുന്നത്, നമ്മൾ തിരക്കിലാണ് നിസ്കരിക്കുന്നത്. കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറെ പല പണി എടുക്കാൻ. നിസ്കാരം ഏറ്റവും താക്കത്തുള്ള അമലാണ്, ഏറ്റവും താക്കത്തുള്ള അമലാണ്. രണ്ടരക്കാർ നിസ്കരിച്ച അള്ളാഹ് പറഞ്ഞാൽ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു നടപടി ഉണ്ടാവും. അതാണ് സലാത്ത് മുനാജാത്ത് എന്ന് പറഞ്ഞത്. നിസ്കാരത്തിന് രസമുണ്ട്. നമുക്ക് ആ രസം അറിയാം. നമുക്ക് മട്ടൻ ബിരിയാണിന്റെ രസറിയാം, മന്തിന്റെ രസറിയാം, നമുക്ക് വേറെ രസറിയാം, ഐസ്ക്രീമിന്റെ രസറിയാം, എല്ലാത്തിന്റെ രസറിയാം. നിസ്കാരത്തിന്റെ രസം നമുക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർറത്തു ഐനി ഫിസ്സലാ, ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കണ്ണ് കുളിർമയാവുന്നത് എപ്പോഴാണ്? നിസ്കാരത്തിലാണ്. നിസ്കാരമാണ് കണ്ണിന്റെ കുളിർമ. വിവിധ പറഞ്ഞു, 3 കാര്യങ്ങളാണ് എനിക്ക് കൺകുളിർമയുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് സുഗന്ധം പറഞ്ഞു, സുഗന്ധം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത് പറഞ്ഞു ഭാര്യമാർ പറഞ്ഞു. മൂന്നാമത് ശാസ്ത്രം പറഞ്ഞു നിസ്കാരം. നിസ്കാരം സുഗന്ധത്തിന്റെ കുളിർമ നമുക്കറിയാം, ഭാര്യമാരെ കുളിർമ അറിയാം, എന്തറിയില്ല, നിസ്കാരത്തിന്റെ കുളിർമ അറിയില്ല. നിസ്കാരത്തിൽ ഇത്ര ഹരണ്ടായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലിൽ നീര് കെട്ടിയത്. അതാണല്ലോ കവി പറഞ്ഞത്, വലംതു സുന്നതമൻ അഹിയ ളലാമ ഇലാ അനിഷ്തഖത് ഖദമാഹു ഖുർറമിൻ വറമി. വലംതു സുന്നതമൻ അഹിയ ളലാമ ഇലാ അനിഷ്തഖത് ഖദമാഹു ഖുർറമിൻ വറമി. ഒരാളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു പോയി, രാത്രിയെ ജീവിപ്പിച്ചു, രാത്രി ഉണർന്നിരുന്നു.
നിസ്കരിച്ച് തങ്ങളുടെ കാലിൽ നീര് കെട്ടി നിസ്കാരത്തിന് അത്ര ആരം. ഒരു സഹാബി പറഞ്ഞിട്ട് ഞാൻ നബിതങ്ങളുടെ സഹാബികളുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരം ഞാൻ തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ കൂടി. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ ഓതി. ആദ്യം വിചാരിച്ചത് 100 ആയത്തെ ഓതിയാൽ എന്താവും വഴി റുക്കൂ ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ 100 കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോയി സൂറത്ത് ബഖറ കഴിഞ്ഞു. അപ്പൊ വിചാരിച്ചത് ബഖറ കഴിഞ്ഞാൽ സുജൂദ്. ബഖറ കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത സൂറത്ത് തുടങ്ങി. അവസാനം സഹാബി പറയാണ് ഞാൻ കൈയച്ചു 5.5 ജുസൂദ്. മനസ്സിലായിട്ട് അത് ആരംഭിക്കുന്നത് നമ്മൾ ഫുള്ള് രാത്രി ഫുട്ബോൾ കളിക്കുന്നു. രാത്രികളും ആയിരവശാട് കഴിഞ്ഞാൽ തുടങ്ങിയാൽ ഏതുവരെ പോയി 8 വരെ ഭയങ്കര കയ്യിൽ 8 അടിക്കാം. അതിനെ കണ്ണിലുണ്ട് വെച്ച് കാറൊക്കെ കളിച്ചോ പിന്നെ കളിച്ചാൽ അതിന് ഒരു കളി അടുത്തേക്ക് ഉയർന്നു അടുത്തേക്ക് അങ്ങനെ ഫുള്ള് കളിക്കില്ല. നമ്മളെ വലിയ സംഭവമായിട്ട് എഴുതിയില്ലെങ്കിൽ കളി തീരാതെന്ന് പറയും എന്താ ഭ്രാന്താണ് നോക്കുന്നത്. അത് ഭ്രാന്തല്ല, അത് ലഹരിയാണ്. അത് ലഹരിയാണ്. ദീന്റെ കാര്യം കേൾക്കുമ്പോൾ ഉറക്കും. സിനിമ കാണുമ്പോൾ ഉറക്കുന്നില്ല. അതിന്റെ ത്രില്ലിലുള്ളത് തീരരുതെന്ന് വിചാരിച്ചോണ്ടിരിക്കാണ്. ഓരോ മനുഷ്യന് ഇഷ്ടപ്പെട്ട കാര്യത്തിൽ അവൻ സമയം ചെലവാക്കാണ്. കൗണ്ടറിൽ എഴുതി പൈസ എങ്ങനെ ഉണ്ടാണ് ഓർമ്മ. പൈസ എങ്ങനെ ഉണ്ടെന്ന് തിരക്കില് ഓർക്കൊക്കെ എന്തായില്ലോ പോയില്ലോ. ആരാണ് മസാഹ് അതിൽ ആരുണ്ട് ഉണ്ടായി ചെയ്യാൻ എളുപ്പമാണ്. നിസ്കാരത്തിൽ ഇന്നത്തെ സാധനം ഇത്ര ഹരായി. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം കാലിൽ നീരിട്ടാണ്. ഓരോ പരിപാടി ഒന്നും അതിലൊക്കെയാണ്. നമ്മൾ ചിക്കൻ മേലൊക്കെയാണ് നമ്മൾ ഫുൾ പരിപാടി പരിശ്രമമൊക്കെ. ഓരോ അബൂബക്കർ കെട്ടിയിട്ട് നിസ്കരിച്ചു. അബൂബക്കർ തന്നെ കെട്ടിട്ട് എന്താ വെച്ചാൽ ആളോട് വീണ് നോക്കാൻ. സഹാബാക്കൾ നിസ്കാരത്തിൽ പരിശ്രമിക്കുക. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നിസ്കാരാക്കുക. നമ്മൾ നിസ്കാരത്തിൽ ഒരു പൊടി എടുക്കില്ല. 20 കൊല്ലം ഒരു ഹോട്ടലിലേക്ക് ഒരു ആളെ വേണം പൊറാട്ട അടിക്കുന്ന അയാളെ കൊണ്ടുവന്നു. അയാൾ ഇന്റർവ്യൂ ചെയ്യാം. അയാൾ ഓണർ നിങ്ങൾ എങ്ങനെ പൊറാട്ട അടിക്കുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അവസ്ഥ, ഒരു ചാക്കുമ്പോൾ എത്ര അടിച്ചാൽ പറ്റും, 1 കിലോ പോലെ എത്ര അടിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ അറിയാം. നിങ്ങൾ ഇത്ര കൊല്ലം അടിക്കലെടുക്കുന്നു. ഞാൻ 20 കൊല്ലമായി പൊറാട്ട അടിക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ അയാളെ വല്ല ചെക്ക് ചെയ്യാറൊന്നുമില്ല. ഇതുപോലെ പൊറാട്ട പണി തന്നെയാണ്. എന്തായാലും ആളെ പൊറാട്ടയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. പോയി ഒരാൾ ഡ്രൈവർ ഞാൻ 30 കൊല്ലമായിട്ട് ഞാൻ ഡ്രൈവർ തന്നെയാണ് തരുന്നത്. മാഷാ അല്ലാഹ് ഉഷാറാവും. അങ്ങനെ ഓരോ പണിയെടുക്കുന്ന ഉഷാറായിട്ട് നമ്മള് 30 കൊല്ലം നിസ്കരിച്ചാൽ തുടങ്ങിയിട്ട് പറഞ്ഞാല് മാഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ഇപ്പം ആണോ 30 കൊല്ലം അതിനനുസരിച്ച് നിസ്കാരം എന്തായാലും വൈ പെണ്ണിട്ടിനെങ്കിലും 10 വർഷമല്ലേ ഈ കെട്ടിയോടുകൂടി. പിന്നെ നിസ്കാരം കഴിഞ്ഞ് 2 കുട്ടികളാകുമ്പോ പിന്നെ ബസ് 3 കുട്ടികളാകുമ്പോ വേറെ ബസ് 1 കച്ചവടമാകുമ്പോ 3 വർഷമല്ലേ 2 കച്ചവടമാകുമ്പോ ഒക്കെ തിന്നുന്ന നിസ്കാരത്തിനാണ്. പേടിച്ചിട്ട് വന്ന് കൈയിട്ടു കരകഥാരെന്ന് വിചാരിച്ചിട്ട് ഇല്ല നഷ്ടപ്പെട്ടു വെച്ച് കൈയോട് കേട്ടുണ്ടാവും. പക്ഷെ അവനെ വാങ്ങിച്ചു കൊണ്ടുപോകണം. നിസ്കാരത്തിലില്ല, സുജൂദിലില്ല. സഹാബാക്കളുടെ അധ്വാനം അവരുടെ മെഹനത്ത് നിസ്കാരത്തിന്റെ മുകളിൽ ഒരു നിസ്കാരം താക്കത്തുള്ള നിസ്കാരം. ഒരു സഹാബി പറയണ ഞാൻ വീട്ടിൽ വന്നു എന്തെങ്കിലും കഴിക്കാൻ വെച്ചു ഇല്ല. അപ്പൊ സഹാബി ഉദോടുത്തു നിസ്കരിച്ചു. ദുആ ചെയ്ത് വീട്ടിൽ വന്ന് ഭാര്യ ധരിച്ചു. എന്തൊക്കെ ഉണ്ടായി വേറെ ഒന്നുമില്ല. സഹാബി കൊണ്ടുപോയി നിസ്കരിച്ചു. കുറച്ചൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ ഒന്നുമില്ല. വീണ്ടും നിസ്കരിച്ചു. 3-ാമത് പ്രാവശ്യം നിസ്കരിച്ചു ഒന്നുമില്ല. 4-ാമത്തെ പ്രാവശ്യം പോയി നിസ്കരിച്ചു. അപ്പോ ഭാര്യ പറഞ്ഞു അവിടെ നമ്മളെ ചക്ക് ആസുകല്ല് അത് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അരി ഇങ്ങനെ പൊടിക്കുന്നതില്ലേ, പഴയ കറങ്ങാൻ പൊടിക്കുന്നത് അതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൈൻഡറിന്റെ സിസ്റ്റം തന്നെ അതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാവ് വാരി പാത്രത്തിലാക്കി സകല പാത്രത്തിൽ നിറച്ചു. ഫുള്ള് മാവ് ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വരികയാണ്. ആട്ട ഒക്കെ ഫുള്ള് നിറച്ചു. പാത്രങ്ങൾ മൊത്തം നിറച്ചപ്പോ സാബിക്ക് തോന്നി ഇനിയിപ്പോ ഇത് നിറക്കാനൊന്നില്ല. പിന്നെ നമ്മളെ മേലായിട്ട് തോൽക്കുണ്ടാവില്ല. പാക്കറ്റ് ആക്ക, ചാക്കാക്ക, മുക്ക അങ്ങനൊന്നും ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ആ സാബിന്റെ പൊന്തിച്ചു. ഏത്
കല്ല് പൊന്നിച്ച് ഒരു ധാന്യം കടന്ന് ഇങ്ങനെ കറങ്ങുന്നത് അവിടെ വെച്ച് നോക്കി അതൊന്നും ചെയ്തു. സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു. അപ്പൊ നബിയുടെ ശാസങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് തന്നെ അള്ളാഹുവിന്റെ സഹായം. സഹാബ് എത്ര പ്രാവശ്യം നിസ്കരിച്ചിന്? പരിവൻ 4 പ്രാവശ്യം നിസ്കരിച്ചു. സഹാബിക്ക് യഖീനാണ് നിസ്കാരം കൊണ്ട് കാര്യം പറയും. നമ്മൾക്ക് ഒരാളെ കിട്ടണം, നമ്മളയാളെ 94 45 63 36 അയാളെ നമ്പറാണ്, അതിൽ ഇങ്ങനെ അടിക്കണം. പഴയ ലാൻഡ് ഫോണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടിക്കും. റീഡ് ആയിരുന്ന ഒരു ആളുണ്ടാവും, ഇപ്പൊ പിന്നെ വെച്ചാൽ പിന്നെ വരും. അപ്പൊ കീ 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 എന്നുള്ള സൗണ്ടാണുള്ളത്. അപ്പൊ പിന്നെ അടിക്കും അടിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? നമുക്കറിയാം ഈ നമ്പറിൽ അടിച്ചാൽ ഈ ആളെ കിട്ടും. ഇപ്പം കിട്ടാത്തത് അയാൾ ലൈൻ എന്തായിട്ടില്ല, കണക്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. അടിച്ചുകൊണ്ടിരിക്കും. എത്ര തക്കാതുണ്ടോ അതിനനുസരിച്ച് അടിച്ചുകൊണ്ടിരിക്കും. ഒരാളടിച്ച് അയാൾ കിട്ടില്ല എന്ന് വെക്കുന്നില്ല. ഇതേപോലെ സഹാബിക്ക് അറിയാൻ നിസ്കരിച്ച കാര്യം നടക്കും. ഇപ്പൊ ഫസ്റ്റ് നിസ്കരിച്ചു, എന്തായിട്ടുണ്ടാവില്ല, ലൈൻ എന്തായിട്ടുണ്ടാവില്ല, പിന്നെ എടുത്തടിക്കുക. നിസ്കരിക്കുന്നേ അവിടെ തീരുമാനം. നിസ്കാരം എല്ലാ പ്രശ്നത്തിനും പരിഹാരത്തിനുള്ള അമലാണ്. ഇത് അല്ലാഹു നമുക്ക് തന്നതാണ്. നമ്മുടെ സഹായം ചോദിക്കാൻ കൊണ്ട് തന്ന കാര്യമാണ്. പക്ഷെ നമ്മളെ പ്രശ്നങ്ങൾക്ക് ചോദിക്കില്ല, നമ്മൾ നിസ്കരിക്കൽ എപ്പോഴാണ്? ചിലരുണ്ടാവില്ല, അതിന് അത്രയൊക്കെ നിസ്കരിച്ചു നോക്കുന്ന എന്തിന് എല്ലാ പണി നടത്തി നോക്കി അത് നിസ്കാരം അതേമാതിരി പയ്യ യഖീനോട് കൂടി നിസ്കരിക്കും. എന്റെ അള്ളാഹു ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരും. നിസ്കരിച്ചാൽ അള്ളാഹു ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി, എല്ലാ കാലത്തും പരിഹാരം ഉണ്ടാക്കും. അത് നിമിതങ്ങളുടെ കാലത്ത്, സഹാബകളുടെ കാലത്ത് അല്ല, എല്ലാ കാലത്തും അള്ളാഹുവിന്റെ നിയമം ഇതന്നെയാണ്. അള്ളാഹു അവന്റെ അടിമകളെ സഹായിക്കാൻ സഹായം തേടാൻ വേണ്ടി പറഞ്ഞ കാര്യം ക്ഷമിച്ചോടി, എന്നിട്ട് നിസ്കരിക്കും. ക്ഷമിക്കണം, നിസ്കരിച്ചോണ്ടിരിക്കണം, അള്ളാഹിനോട് ചോദിച്ചോണ്ടിരിക്കണം. അള്ളാഹിനാണ് വേറെ ആരായി പ്രശ്നത്തെ പരിഹാരം ഉണ്ടാക്കാനുള്ളത്. അള്ളാഹു തആല പരിഹാരം ഉണ്ടാക്കും. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ അവരെ ഭർത്താവ് ലിഹാർ ചെയ്തു. ലിഹാർ ചെയ്യാൻ പറഞ്ഞാൽ തലാഖ്, പഴയ കാലത്തുള്ള തലാഖിന്റെ വചനം ലിഹാറായി. അൻതിക ലഹരി ഉമ്മി, ഈ എന്റെ ഉമ്മന്റെ മുതുക് പോലെയാണ്, എന്റെ ഉമ്മനെ പോലെയാണ്, എന്റെ ഉമ്മന്റെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മല്ലേ, അതേപോലെ നീയുമായി എന്നാണ് അന്നത്തെ സങ്കല്പം. ലിഹാർ സഹാബി ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് എന്തോ ദേഷ്യം പിടിച്ചപ്പോ എന്ത് പറഞ്ഞു? അന്തിക ലഹരി ഉമ്മി. പിന്നെ പറഞ്ഞപ്പോ പിന്നെ വിട്ടുന്നു. പിന്നെ നോക്കുമ്പോ ചെറിയ കുട്ടികൾ കുറെ ഉണ്ട്. അപ്പൊ ഈ സ്ത്രീക്ക് ഈ കുട്ടിനെ നോക്കാൻ പറ്റൂല, അവർക്കും നോക്കാൻ പറ്റൂല. അങ്ങനെ ആകെ പ്രയാസായി. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു. ആ രണ്ടുപേരും ഭർത്താവും സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്തെങ്കിലും ശാസ്ത്രങ്ങളോട് പോയി ചോദിച്ചു നോക്ക്, എന്തെങ്കിലും ഇതിൽ ഇളവുണ്ടാവുമെന്ന്. അങ്ങനെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ അവസ്ഥ എങ്ങനെയാണ്, എന്റെ അവസ്ഥ എങ്ങനെയാണ്, ഈ കുട്ടികളെ നോക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഇതിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ള നിർദ്ദേശവും അള്ളാഹുന്റെ ഭാഗത്തുള്ള നിയമമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴുള്ള നിയമം അനുസരിച്ച് നിന്നാലും വേറിട്ട് നിൽക്കണം. അവർക്ക് ഭയങ്കര അസ്വസ്ഥതായി. ഓരോ അള്ളാഹുവിനോട് പറഞ്ഞു, എന്റെ കാര്യത്തിൽ നിന്റെ ഹബീബിന്റെ അടുക്കൽ തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ അള്ളാഹുനോട് പറഞ്ഞു. അള്ളാഹു തആല സംഭവം പറയുന്നു. ഒരു ജുസിന്റെ തുടക്കമാണ്. ഒരു ജുസിന്റെ തുടക്കം എത്രാമത്തെ ജുസാണ്? 28ാമത്തെ ജുസിന്റെ തുടക്കം. അതാണ് ഒരു സൂറത്തിന്റെ തുടക്കമാണ്. ആ അധ്യായത്തിന്റെ പേരെന്നെ മുജാദല എന്നാണ്. 28ാമത്തെ ജുസ് തുടങ്ങണ തന്നെ കുട്ടികൾ ഇത് തുടങ്ങണുണ്ടല്ലോ. എന്താ പഠിക്കുന്നത്? കസമിയന്താണ്. ഒരു സാധാരണ പറയാം, കസമിയന്താണ്. ഇത് കഴിഞ്ഞു, മുൽക്ക് കഴിഞ്ഞു, കസമിയന്താണ്. ഈ കാലഫമാണ്, കസമിയന്താണ്. കസമിയന്താണ്. എന്താ കസമിയല്ല? അല്ലാഹു തആല ആയത്തിറക്കി. സൂറത്തിൽ ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം ലിഹാറിനെ കുറിച്ച് പറഞ്ഞു. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله. قد سمع الله, തീർച്ചയായിട്ടും ആ പെണ്ണിന്റെ വാക്ക് അല്ലാഹ് കേട്ടിട്ടുണ്ട്. قول التي تجادلك في زوجها, ഒരാളുടെ വാക്കാണ് അല്ലാഹു കേട്ടത്. ആരാണ് ആള്? തുജാദിലുക ഫീ സൗജിഹ, അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ തങ്ങളോട് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആ പെണ്ണുണ്ടല്ലോ, ആ സ്ത്രീയുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുകയാണ്. തങ്ങളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ പ്രശ്നത്തിന് പരിഹാരം ആവലാതിപ്പെട്ടത് എവിടെയാണ്? അള്ളാഹുവിനോട് ആവലാതിപ്പെട്ടു. നബിതങ്ങളുടെ സാധനങ്ങൾ ജീവിച്ചിരിക്കെ ആരോട് പറയണേ? ഇതിനേക്കാൾ വലിയ ആളോട് പറയാൻ
എന്നിട്ട് അല്ലാഹു പറയാൻ അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ തങ്ങളോട് തർക്കിച്ച സ്ത്രീ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ സ്ത്രീ, ആ സ്ത്രീയുടെ സംസാരം അല്ലാഹു കേട്ടിട്ട് എന്താ സ്ത്രീ ചെയ്തത്? അല്ലാഹുവിനോട് എന്ത് പറഞ്ഞു? ആവലാന്ന് പറഞ്ഞു. പ്രശ്നം ആരെടുത്ത് വെച്ചു? അല്ലാഹുവിന്റെ. അപ്പൊ അല്ലാഹു ആ വാക്ക് കേട്ടു, നിഹാറിന്റെ നിയമങ്ങൾ പറഞ്ഞു. ഒരു പെണ്ണിന്റെ വാക്ക് സാധാരണ അള്ളാഹ്ക്ക് പെണ്ണ് ആണൊന്നുമില്ല. ആര് അള്ളാഹിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഓരോ അള്ളാഹ് ഏറ്റെടുക്കും. എല്ലാ കാലഘട്ടത്തിലും അത് അള്ളാഹിന്റെ തർത്തീബാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂട്ടാടി കൂട്ടി ഏതൊരു വഴിക്ക് ഇങ്ങനെ പോവാൻ, വഴിയിൽ ഒരു സ്ത്രീ, ഒരു വയസ്സായ ഒരു സ്ത്രീ ഉമർ വിളിച്ചു. അമീറുൽ മുഅ്മിനീനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നടന്നു സംസാരം ഇങ്ങനെ കേട്ടു. അപ്പൊ കൂട്ടുകാരൊക്കെ കുറച്ച് അപ്പുറത്തേക്ക് മാറി. സ്ത്രീയല്ലേ എന്തെങ്കിലും പറയട്ടെ പറഞ്ഞോട്ടെ. പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം, ഈ കുടിയാവും വയസ്സായ സ്ത്രീ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഫുള്ള് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഒരു മോൻ കേൾക്കുന്ന പോലെ, അനുസരണുള്ള ഒരു മകനെ പോലെ അങ്ങനെ നിന്ന് കേട്ടുകൊണ്ടിരിക്കണം. കുറെ കഴിഞ്ഞ് കൂട്ടുകാരവിടെ കാത്തിക്കാണ്. അവർക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. കാരണം ഒരു വയസ്സായ സ്ത്രീ അമീറുൽ മുഅ്മിനീൻ തിരക്കുള്ള ആളെ പിടിച്ച് കെട്ടിയിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും പറയണമില്ല, വരുന്നില്ല. കുറെ കഴിഞ്ഞ സ്ത്രീ വിട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ കൂട്ടുകാരെ മുഖത്തൊക്കെ മറ്റേ കാത്തിരിപ്പിന്റെ മുഷിപ്പ് കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വേറൊന്നും പറയണ്ടെന്ന് ചോദിച്ചു. ആ സ്ത്രീ ഞങ്ങൾ അറിയിച്ചു. ഓരോന്നും നമുക്കറിയില്ല. ആ സ്ത്രീ എന്നോട് വൈകുന്നേരം വരെ സംസാരിക്കണമെങ്കിൽ ഞാനാണ് നിന്ന് കൊടുക്കും. ആ സ്ത്രീ രാത്രി സംസാരിച്ച് രാവിലെ വരെ സംസാരിക്കണമെങ്കിൽ ഞാൻ നിന്ന് കൊടുക്കും. ആ സ്ത്രീന്റെ സംസാരം അല്ലാഹു കേട്ടിട്ടുണ്ട്. പിന്നെ ഉമർ എങ്ങനെ കേൾക്കാതിരിക്കും? അത് ഖൗല ബിൻത് ജാലബയാണ്. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞ് അള്ളാഹുമായിട്ടുള്ള ബന്ധം ആ മനുഷ്യന് താക്കത്തുണ്ടാവും. അതുകൊണ്ട് അള്ളാഹുമായിട്ട് ഇടപെടാൻ എങ്ങനെ ഞാൻ ഇടപെടും? ഓരോരുത്തരുടെ പ്രശ്നം തയ്ക്കും. ഞാൻ എവിടെ പോകേണ്ടതായി? ആരെ അള്ളാഹിനെ കിട്ടാൻ എനിക്ക് ഓഫീസിലോ എനിക്ക് സ്ഥലത്ത് പോകണോ? കൂടി പോകണ്ട. ഉണ്ടാക്കുക, നിസ്കരിക്കുക, നിസ്കാരത്തെ നന്നാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയാം. നിസ്കാരം നന്നാക്കേണ്ട അമലാണ്. നിസ്കാരം നന്നാക്കേണ്ട അമലാണ് നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ നിസ്കാരത്തിന് വേണ്ടി നമുക്ക് തന്നെ അറിയില്ല. ഒരു കടലാസ് പുറത്തിറങ്ങി കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങൾ നിസ്കരിച്ച ജുമായുടെ മാർക്ക് എത്ര? 15, 20, 25, 30, 50, 60, 100 വരെ എഴുതി. നിങ്ങൾ എത്ര കെട്ടിക്കിട്ടിട്ട് പോകും? നമ്മളെ കടലാസ് എത്ര കെട്ടിക്കിടാൻ പറ്റിയ നമ്മളെ നിസ്കാരത്തിന് നമ്മളെന്നെ മാർക്ക് കിട്ടില്ല വഴി. കാരണം നമ്മളെ നിസ്കാരത്തിനെ പറ്റി ആലോചിക്കില്ല. ഇതെങ്ങനെയെങ്കിലും ചടങ്ങ് റക്അത്തുകൾ കഴിഞ്ഞ് പോയാൽ മതി. ഇല്ല, നിസ്കാരം ജീവനുള്ളതാക്കണം. സഹാബാക്കൾ നിസ്കാരത്തെ ജീവനുള്ളതാക്കി. നിസ്കാരം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി. നമ്മൾ ഫുള്ള് പ്രശ്നം പറഞ്ഞുകൊണ്ടെടുക്കാണ്. പ്രശ്നമാകുമ്പോ പരിഹാരം എവിടെയില്ല. അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, മുസ്ലിമീങ്ങൾക്ക് അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, മറ്റൊരാളുടെ പ്രശ്നം, സാധാരണ ദളിതർക്ക് ഇവിടെ പ്രശ്നം, അവിടെ പ്രശ്നം, ഒക്കെ പ്രശ്നമാണ്. എന്ത് പരിഹാരം? പരിഹാരം ആരും പറയില്ല. പരിഹാരം എന്താണ്? അല്ലാഹു ഇടപെടിക്കലാണ്. എന്തൊക്കെ നിയമങ്ങൾ വരുന്നുണ്ട്. നിയമത്തിന്റെ പേരിൽ രാത്രിയിൽ നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ ഞങ്ങൾക്കാകെ അവലംബോ ആശ്രയം നീയുള്ളൂ, നീ ഇങ്ങനത്തെ നിയമങ്ങളൊന്നും ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് ഈ ഉമ്മത്തൊന്ന് കൈ നീട്ടിയാൽ അല്ലാഹ് സഹായിക്കും. പക്ഷെ നീട്ടൂല. കാരണം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉമ്മത്തിനോട് പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി, ഒക്കെ ഞാൻ ശരിയാക്കാരാന്നൊക്കെ പറഞ്ഞില്ല. ഓന്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ ആളെ പറഞ്ഞിട്ട് ഓന്റെ കൂടെ നിർത്താൻ ഓനെന്നെ കാണാനില്ല. ആരെ കാണാനില്ല, ആര് കാണാനില്ല. നമ്മളെ പ്രശ്നം നമ്മൾ തന്നെ പറയണം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിയാ. നിസ്കാരം ജീവനുള്ളതാക്കുക. നിസ്കാരം നന്നാക്കുക. നിസ്കാരത്തിന്റെ മേൽ മേഹനത്ത് ചെയ്യുക, അധ്വാനിക്കുക. നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഒരു ജമാഅത്ത്, ഒരു സംഘം ആൾക്കാർ, 10-12 ആൾക്കാർ പിന്നെ ഉറുദു നാട്ടിൽ, ഗുജറാത്താണെന്ന് എൻ്റെ ഓർമ്മ, പുറത്തുനിന്ന് വന്നു കുറച്ച് കൊല്ലങ്ങൾ മുമ്പ്. അപ്പം ഞാൻ ആ ജമാഅത്തിനെ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, അവിടെ ഉറുദു ജമാഅത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നു ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൊടുക്കണം. എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ അന്ന് നാട്ടിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ, അവരെ കൂടെ കുറച്ച് സമയം കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പോയി. ഈശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നത്. ഞാൻ വേറെ പള്ളി നിസ്കരിച്ചിട്ട് അവിടെ വന്നത്. ഓരോ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കല്ലോ അവര്. അപ്പൊ അവരോട് കൂട്ടിയിട്ട് അവരോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു, അവരെ പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞു. ഒരാളോട് ഇങ്ങനെ അവിടെ നിസ്കരിക്കുന്നു. ഞാനൊരു 10-15-20
മിനിറ്റ് ഓരോരുത്തർ ഇരുന്നത്, അപ്പോഴൊക്കെ അദ്ദേഹം നിസ്കരിക്കണം. ഞാൻ ഈ ജമാഅത്തിനെ പോരാൻ നേരത്തെ ചോദിച്ചു, ആ സാത്തി ആരാണെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഈ ജമാഅത്തിൽ ഒരാൾ പറഞ്ഞു, ഓ നമാസ് തീ കർനെ കി മശ്ക് കർ റഹാ ഹൂം. എന്തെന്ന്? നമാസ് തീ കർനെ കി മശ്ക് കർ റഹാ, എന്നുവെച്ചാൽ നിസ്കാരം നന്നാക്കാനുള്ള പരിശീലനം നടത്തുന്നത്. എന്നിട്ട് എന്നോട് ആ കൂട്ടത്തിലെ പറഞ്ഞു, ഓ ദോ സാൽ സെ മുസൽമാൻ ഹൂം, 2 കൊല്ലായിട്ടുള്ളൂ എന്തായിട്ട് മുസ്ലിമായിട്ട്. ഓനോന്റെ നിസ്കാരം ഞാൻ വിചാരിച്ചോ നിസ്കാരമൊക്കെ എന്തോ ആയിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ 2 റക്അത്ത് നിസ്കരിച്ച് അവന്റെ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ നിസ്കാരം ശരിയാക്കാനുള്ള മഷ്ക് ചെയ്യാണ്, പരിശീലിക്കാണ്. ആര് 2 കൊല്ലമായിട്ടുള്ള ഇസ്ലാമിലേക്ക് ഉണ്ട്. നമ്മളൊക്കെ പിന്നെ ഓം വിചാരിച്ചിട്ടുണ്ടാവും ഇവരൊക്കെ പഴയ ആൾക്കാരാണ്, ഇവരൊക്കെ കൊല്ലങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഇവരുടെ നിസ്കാരം എന്തായിട്ടുണ്ടാവും, ഭയങ്കര ടോപ്പ് നിസ്കാരത്തിന്റെ ആളാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. എൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഇവിടെ ഒരാള് ഒരു 2 കൊല്ലം മുമ്പ് 1 കൊല്ലം മുമ്പോട്ടോ ഇവിടെ ഒരാൾ റൂം വന്നു, ഒരു വെള്ളിയാഴ്ച ദിവസം. അന്ന് ഞങ്ങളോട് പറഞ്ഞത്, അന്ന് അറിയില്ലെങ്കിൽ പിറ്റേന്നപ്പോഴൊന്നും പറഞ്ഞിരുന്നു, ഓർമ്മണ്ടല്ല വന്നു ജുമാന്റെ നേരായി. ഞാൻ മുമ്പേ വിട്ടു. അപ്പൊ എന്നോട് കൊണ്ടതാണ്, ഇയാൾ മുസ്ലിം ആയ ആളാണ്, അയാൾക്ക് 7 വയസ്സുണ്ട്, എല്ലാ ഭാഷകളും ഒരു മലയാളിയാണ്, ഇംഗ്ലീഷ് അറിയാം, അയാൾക്ക് ഇഷ്ടമുള്ള ഭാഷ ഉറുദുവാണ്, ഭയങ്കര അയാൾ കുറെ കാലം പുറത്തുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ നിങ്ങൾ പോലുള്ള തിരക്ക് ഞാൻ ചോദിച്ചു, നിങ്ങള് പിന്നെ മുസ്ലിം ആവുള്ള കാരണം എന്താണ് അയാളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വാഖീദു ഖൈദ എന്നുള്ള അള്ളാഹുവിന്റെ പ്രയോഗമാണെന്ന് പറഞ്ഞു. എന്ത് വാഖീദു ഖൈദ മനസ്സിലായില്ല? ഞങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? ഇന്നഹും യഖീദൂന ഖൈദൻ വഅഖീദു ഖൈദ. ആ പ്രയോഗമാണ് ഞാൻ മുസ്ലിം ആവാൻ കാരണം. ഞാൻ സലാം പറഞ്ഞു, ഞാൻ പോന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു, ഇസ്ലാമിക്ക് വന്നിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ, അയാളൊക്കെ ഇത് പറയുന്നത്. അപ്പൊ അയാൾ ഫുള്ള് എന്നോട് സംസാരിച്ച ആളൊരു 5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. സംസാരത്തിനിടയിലൊക്കെ മുമ്പിൽ പിന്നെ മറ്റേ 12ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, ഇവിടെ ഉത്തരം പറയുന്നല്ലോ, ഫുള്ള് അവിടെ ഒക്കെ പറയുന്നുണ്ട്. ഞമ്മക്ക് 12ാം അധ്യായം എന്നറിയില്ല, അങ്ങനെ ഒരു അധ്യായം നമുക്കൊന്നും അറിയില്ല. നിസ്കാരം നന്നാക്കാനുള്ള അമലാണ്. വരുന്നവർക്ക് നിസ്കാരം നന്നാക്കാണ്. നമ്മളിപ്പോഴും നിസ്കാരം ആയ തന്നെയാണ്. അതുകൊണ്ട് നമ്മളും അധ്വാനിക്കണം നിസ്കാരം നന്നാക്കാൻ വേണ്ടി. നിസ്കാരം നന്നായാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്, ഒരു മനുഷ്യന്റെ നിസ്കാരം നന്നായാൽ അവന്റെ ബാക്കി എല്ലാ അമലുകളും നന്നാവും. ഒരാളെ നിസ്കാരം മോശമായാൽ അവന്റെ എല്ലാ അമലുകളും മോശം. ഒരാളെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി, ഉടനെ ഒരു ആലിം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നിസ്കാരത്തിൽ എന്തോ പ്രശ്നം. നമ്മളെന്താ പറയുക, എണ്ണായിട്ടാണ് വരും. ആ ചാറായ കൈകൾ പിടിച്ചിട്ട് അങ്ങനെ എണ്ണായിട്ട് പോയിട്ട് വരും. നിസ്കാരത്തിന് എന്തോ പ്രശ്നം. ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം നിസ്കാരമാണ്. നിസ്കാരം ശരിയായില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് സത്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാനൊക്കെ പറയുന്നത്. ഇതൊക്കെ പുറപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലാവും കുറെയൊക്കെ. കാരണം ഓരോടൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള നിസ്കാരം നന്നാക്കാനാണ് ജാൻ മാലി നമാസ് ബനാവോ, ജീവനുള്ള നിസ്കാരം ആക്കണം. അല്ലാതെ വെറുതെ ഫോട്ടോ ഉണ്ടായിട്ട് കാര്യമില്ല. വെറുതെ ഫോട്ടോ ഉണ്ടായിട്ട് അല്ല. ഇവിടെ ഇങ്ങനെ ഭയങ്കര സിംഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞോളൂ. ആരും അറിഞ്ഞോളൂല, ആരും അറിഞ്ഞോളൂല, ആരും അറിഞ്ഞോളൂല. ഒരു ഫോട്ടോ ഉണ്ട്, ആരും അറിഞ്ഞോളാനും ആരും ഒന്നുമില്ല. ഒറിജിനൽ സാധനം ഇവിടെ കോട്ടപ്പടിയിൽ എത്തിന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറി ബൈപ്പാസ് ഒക്കെ ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ബേജാറായി. അത് ഒറിജിനലാണ്. ജീവനുള്ള നിസ്കാരം ഉണ്ടായ പുറത്തൊക്കെ തീരും. നമ്മള് റസ്മി നിസ്കാരാണ്, ഒരു കോലാണ്, നമുക്ക് കോല മതി. ഇല്ല വൈ ജീവൻ ഉണ്ടാക്കണം നിസ്കാരത്തിൽ. ഇതിനു വേണ്ടിയിട്ടാണ് തിരക്കിന്റെ ഇടയിൽ കുറച്ച് സമയം ആൾക്കാർ വേഗമൊക്കെ പിടിച്ച് പോണത്. നമുക്ക് ഓല കാണുമ്പോൾ പൊട്ടാന്ന് തോന്നും. നമ്മള് ബാഗ് പിടിച്ച് എയർപോർട്ടിൽ പോകണ പറയും, മോശമാണ് ബുദ്ധിമാനാണ്. കാരണം ഓരോട്ടൊക്കെ പോയി അത്തച്ച് ഉപ്പരൊക്കെ ഉണ്ടാക്കും. ഇവന്മാരൊക്കെ പോകണം ബാഗ് പിടിച്ച് ഇറങ്ങി മസ്ജിദ് മസ്ജിദ്, ഗലി ദർ ഗലി, പള്ളികൾ പള്ളികൾ, ഗലികൾ ഗലികൾ കയറിയിറങ്ങി. ഇത് അള്ളാഹിനെ പറ്റി പറയും, നിസ്കാരത്തിനെ പറ്റി പറയും. പള്ളിയിൽ പോയിട്ട് കുറച്ച് സമയമൊക്കെ ഫ്രീ ആയി, കച്ചവടം, കൃഷി, ഭാര്യ, മക്കളൊക്കെ വിട്ടുന്ന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നിസ്കാരമൊക്കെ നന്നാവും. ഇത് പോയ ആളുകൾക്ക് കറക്റ്റ് അറിയാൻ പറ്റാവും ജമാഅത്തിലെ നിസ്കാരത്തിന് വേറെ പവറായിട്ടുണ്ടാകും. പോത്തർക്ക് അറിയില്ല, ഒന്നും അറിയില്ല, പോത്തർക്കൊന്നും അറിയില്ല. പോണവർക്ക് അറിയാം നിസ്കാരം ഭയങ്കര ഹരയിക്കും. കാരണം ജമാഅത്ത് പോയ നിസ്കാരം ഭയങ്കര രസിക്കും.
ജമാഅത്തിന് വിട്ടിങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ഈ വസ്തുക്കളിലുള്ളത് മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ബാർ നിക്കലോ കുറേശ്ശെ ഇങ്ങനെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത്. ഇവിടെ നമ്മൾ വന്ന ലക്ഷ്യം മറന്നു വെച്ചാണ്, വന്നത് ആഹാരം ഉണ്ടാക്കാനാണ്. നമ്മൾ മറന്നുപോയി. നമ്മൾ ദുനിയാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മരിച്ചു, ഏക്കറുകളുടെ ഉടമയായി നമ്മൾ മരിച്ചു. വലിയ ഫ്രാഞ്ചൈസികളുള്ള ഷോപ്പുകളുടെ ഓണറായിട്ട് നമ്മൾ മരിച്ചു. അതാണ് വേറെ നല്ലത്. അതുകൊണ്ട് ഒഴിവുണ്ടാവുമ്പോൾ കുറച്ച് സമയം ഇറങ്ങി നോക്കി നിസ്കാരം ശരിയാക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ ഒന്ന് തരത്തിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിട്ടാലേ നടക്കുള്ളൂ. ഈ ചളിയിൽ തന്നെ നിൽക്കുകയാണ്. ചളിയിൽ നിന്നാൽ എന്താ ഉണ്ടാവുക? 5 റുപ്യ അല്ലെ, 5 റുപ്യന്റെ ഒരു കോയിൻ അത് ഇങ്ങനെ ചളിയിൽ വീണണെങ്കിൽ അവിടെ ഒരാൾ കൊണ്ടുപോയി 10 ലിറ്റർ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവച്ച് ഒരു കപ്പോണ്ട് ഇങ്ങനെ കൂരി അതിന്റെ മുകളിൽ ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക? അതിന്റെ മുകളിൽ വെള്ളം വെക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും. വെള്ളം ഒഴിക്കലിൽ നിന്നാ ചളിയാവും. പിന്നെ ഒരു 10 ലിറ്റർ കൂടി കൊണ്ടുവന്നാൽ നന്നാവോ? അതിനാകെ 10 ലിറ്റർ ഒന്നും ആവശ്യമില്ല. ആകെ 1/2 ഗ്ലാസ് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. അത് ആ ചളിന്ന് എടുക്കണമെന്ന് മാത്രം. ചളിന്ന് എടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം പറഞ്ഞാലോ ശരിയാവും. അതുകൊണ്ട് ആൾക്കാർ ഒരു കുറച്ച് ദിവസം പോകുമ്പോഴത്തേനും ആളുകളും കോലൊക്കെ മാറി, അവസ്ഥയൊക്കെ മാറി. പഴയ കാലത്ത് ആറാമന്റെ അണ്ടേ കിടന്ന ആൾക്കാർ വേണ്ടെന്ന് ഇത് വേണ്ടെന്നാണ്, അത് ആറാമാണെന്ന് പറയുന്നത്. ആരാ ആറാമെന്ന് പറഞ്ഞത്? ഒരു കാലത്ത് അണ്ടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ അഴുക്കിച്ചാല് കിടന്ന ആളാണ്. പയൽ പറയണ അത് പറ്റില്ല, അത് ആറാമാണ്, അതൊക്കെ ഇഷ്ടമില്ല. ഈ ഇവനെന്ത് കോഴ്സ കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. ഇവൻ ആ ചളിയിൽ നിന്ന് പാലെടുത്ത് കുറച്ച് വെള്ളം മേലെ വാർന്നു ബസ്കലാസ് നിക്കലോ പുറപ്പെട്ടോളി അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന് ഉലമാക്കൾ ആവാസിലകായ ഉലമാക്കൾ ശബ്ദം ഉണ്ടാക്കിയത് ഇതാണ്. അവസ്ഥകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് കൂടി മസ്ജിദുകളിൽ പോയി നിൽക്കി, രാത്രിയിലേക്ക് കരയും. അള്ളാഹുവിൽ ഒരു ബന്ധം ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും നിസ്കാരം അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന് ഭയങ്കര ദർജുണ്ട്. സഹാബാക്കളെ നിസ്കാരത്തിന്റെ ദർജ വേറെ. അലി റളിയല്ലാഹു അൻഹുവിന് അമ്പ് തറച്ചപ്പോൾ ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഊരിക്കോളി എന്ന് പറഞ്ഞു. എവിടെ പ്രവേശിക്കുമ്പോ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഊരിക്കോളി തന്നു. ഇതിനെ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല. ആൾക്കാരെങ്ങനെ എങ്ങനെ നടക്കുക? നമ്മക്ക് ഒരു 10 നിമിഷം കാല് പറഞ്ഞാല് കാലിന്റെ നഖമൊക്കെ പോയിട്ടോ എഴുന്ന് പോയി. പെനാൽറ്റി പോസ്റ്റിന്റെ അവിടെ നിന്നൊക്കെ കാലിന്റെ നഖം പോയാൽ ഗോള് കിട്ടൂല. എന്തായാലും അടിച്ച് കയറ്റാളൊക്കെ കിട്ടാണ്ടാകുക. കാരണം ഒന്നും അറിയില്ല. പിന്നൊക്കെ അറിയില്ലപ്പോഴാണ് കളിയൊക്കെ കഴിഞ്ഞ് കൂട്ടൊക്കെ കഴിച്ച് വെള്ളമൊക്കെ വരുമ്പോൾ അടിപൊളിയൊക്കെ ഇങ്ങനെ എരിയുണ്ടാവും, ഇവിടെ ഇങ്ങനെ മടങ്ങിണ്ടാവും, ഇങ്ങനെ ചവിട്ടുണ്ടാവും. കണ്ടില്ലല്ലോ. പിന്നെ രാത്രി ഫുള്ള് കട്ടലും കൂടലും പരിപാടിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു ഉച്ചരം ഉണ്ടാവും. ഇന്ന് കളിക്കാൻ പോട്ടൊക്കെ വെക്കില്ല ഉമ്മ, ഇനി കളിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ വൈകുന്നേരം കാണാന്ന് പറഞ്ഞ് പോകും. പിന്നെ അവസാനം പിന്നെയും പോയിട്ട് എന്താവും പോയി കളിക്കും. ഓരോരോ ഗോൾ ഇന്നാ മതി, നന്നായിക്കോട്ടെ. പിന്നെ 10 കാലൊക്കെ മറക്കും, പിന്നെ കയറടിക്കും. ഇത് മസാണ്, ഇത് ലഹരിയാണ്. സെയിം സാധനം ഇതിൽ ഭയങ്കര മസുണ്ട്, ഇതിൽ ഭയങ്കര ഹരണ്ട്. അല്ലാഹുവിന്റെ ബന്ധം യാഥാർത്ഥ്യമാവും. ഇതിൽ ഭയങ്കര രസമുണ്ടാവും, അതിൽ ഭയങ്കര ഹരണ്ടാവും. നിസ്കാരം നന്നാക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഖുറൂജ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നിസ്കാരത്തിൽ ഭയങ്കര രസമുണ്ട്. സഹാബാക്കൾക്ക് രസം കിട്ടി, നമുക്ക് രസം കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞിരുന്ന് നമ്മുടെ നിസ്കാരം നന്നാക്കാനുള്ള പരിശ്രമം ചെയ്യുക. ചിന്തകളിൽ നിന്ന് മാറലാണ് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ സാധനം. ചിന്തകളിൽ നിന്ന് മാറി അല്ലാഹുവിനെ മാത്രം ഓർത്ത് അങ്ങനെ നിസ്കരിക്കുക. അലി റളിയല്ലാഹുവിന്റെ കാലില് അമ്പ് തറച്ചപ്പം അത് വലിച്ചു ഊരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ നിസ്കാരത്തെ പ്രവേശിക്കും ഊരിക്കൂടിയാക്കി. ഊരി നിസ്കാരം കഴിഞ്ഞ ചോദിച്ചു, ഊരിയിലേക്ക് ചോദിച്ചു. ഊരി നമുക്കിത് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലായ വേറൊരു കാര്യം പറഞ്ഞത് അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിനോട് ഇമ്രാത്തുൽ അസീസ് രാജാവിന്റെ ഭാര്യയ്ക്ക് മാനസിക ഇഷ്ടമുണ്ട് എന്നുള്ള ചർച്ച എവിടെ ഇറങ്ങും? കൊട്ടാരത്തിന്റെ പുറത്തൊക്കെ ഇറങ്ങും. وقالت نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا. ഖുർആൻ പറയുന്നു സൂറത്ത് യൂസുഫ്. പെണ്ണുങ്ങളൊക്കെ ചർച്ച തുടങ്ങി. ചർച്ച ഭയക്കുന്നില്ലെന്നല്ല, എന്നും ചർച്ചന്റെ ആൾക്കാർ ആരാണ്? ഓല് കേൾക്കണ്ട. وقالت نسوة في المدينة امرأة العزيز تراود فتاها. ഖുർആൻ സൂറത്ത് യൂസുഫ്. ആ സ്ത്രീക്ക് ആ ചെറുപ്പക്കാരനോട് ഇഷ്ടമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായി. അത് ആര് പറഞ്ഞു?
ഇവിടെ അങ്ങാടിയിലൊക്കെ ചർച്ച ഉണ്ട് എന്നുള്ള കാര്യം ആരറിഞ്ഞു? ഇമ്രാത്തുൽ അസീസ് അറിഞ്ഞു, ഈ സ്ത്രീ അറിഞ്ഞു. അപ്പൊ സ്ത്രീ രാജ്ഞിയാണ്. അപ്പൊ സ്ത്രീക്ക് തോന്നി അതൊന്ന് എന്നെ കുറ്റപ്പെടുത്തലൊന്നും പരിഹരിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളെ വിളിച്ചു. അത് ആ സ്ത്രീ കുറച്ച് സ്ത്രീകളെ വിളിച്ചിട്ട് കൊട്ടാരത്തിൽ അതിനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി. മുത്തക്കാൻ ഒരു ചാരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഓപ്പൺ ഗ്യാലറി ആയിക്കോട്ടെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരും ഇരുന്നു. ഓരെല്ലാരും ഇങ്ങനെ ഇരുന്ന മുമ്പ് എല്ലാ ഓരോ സ്ത്രീകളെ കയ്യിൽ എന്ത് കൊടുത്തു? ഒരു കത്തി കൊടുത്തു. കത്തി ഒരു പഴം കൊടുത്തു. എന്നിട്ട് അതൊക്കെ പിടിച്ചു ഒരു ചാരിങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂസുഫ് അലൈഹിസ്സലാമിനോട് ഈ സ്ത്രീ പറഞ്ഞു, ഇനി ഒന്ന് ഓരോ മുൻകൂടെ നട്ടുവെക്കളാണ്. ആരോട്? യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അപ്പൊ യൂസുഫ് അലൈഹിസ്സലാം ആ പെണ്ണുങ്ങളെ മുൻപ് കൂടെ ഇങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ പോയി. فلما رأينه أكبرنه وقطعنا أيديهن وقلنا حاش لله ما هذا بشرا إن هذا إلا ملك كريم. قرآن. وقالت اخرج عليه أيا പെണ്ണുങ്ങളുടെ അടുക്കൽ കൂടി ഇങ്ങനെ പോയി. فلما رأينه أكبرنه وقطعنا أيديهن. യൂസുഫ് അലൈഹിസ്സലാമിനെ അങ്ങനെ ആ പെണ്ണുങ്ങളോട് കണ്ടതോട് കൂടി അവർ യൂസുഫ് അവര് അവരവരെ കൈകളെ മുറിച്ചു എന്ന് പറയാൻ ഖുർആൻ. وقلنا ما هذا بشرا وقلنا حاش لله ما هذا بشرا إن هذا إلا ملك كريم. ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മാന്യനായ മലക്കാണ്. ആര് പറയാണ്? ഈ പെണ്ണ് കൈക്ക് മുറിഞ്ഞു പോയി. ആപ്പിളിങ്ങനെ കട്ട് ചെയ്യുന്നതിന്റെ ഇങ്ങനെ യൂസുഫിനെ പിന്നെ നോക്കിയപ്പോൾ ഇത് മുറിഞ്ഞതുണ്ടായില്ല. ഇത് ഞാൻ പറയില്ല, ഖുർആൻ പറയാണ്. എന്ന് വെച്ചാൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായപ്പോ അവസ്ഥക്ക് എന്തായി മറന്നുപോയി. യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടിട്ട് കൈ മുറിച്ച ആൾക്കാർക്ക് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖാലിഖായ അല്ലാഹനെ കണ്ടാലോ? അല്ലാഹുവിന്റെ ബന്ധത്തിന്റെ മേൽ അമ്പൂരിയാൽ അറിയില്ലമായി. നിസ്കാരത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അത് നമുക്ക് കിട്ടിയില്ല, അത് ഉണ്ടാക്കണം. ഇങ്ങനെ ഈ തോട് നിസ്കാരമായിട്ട് ഞാനും കൂടി മരിച്ചുപോയാൽ എന്തേക്ക് അവസ്ഥ? അതുകൊണ്ട് നിസ്കാരം നന്നാക്കണം. അതിന് ഫിക്ർ വെക്കി, അതിന് ചിന്തിക്ക്. മാക്സിമം നിസ്കാരത്തിൽ ചൊല്ലുന്ന സൂറത്തുകൾ, അതിൽ ചൊല്ലുന്ന ദുആകൾ, അതിന്റെ അർത്ഥം പഠിക്കും. മാക്സിമം ഞാൻ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തോടെ കൈകെട്ടി, നിന്നെ അള്ള നോക്കിക്കൊണ്ടിരിക്കാനുള്ള ബോധത്തിൽ കൈകെട്ടി. സുജൂദ് റുക്കൂ ഒക്കെ അള്ള നോക്കിക്കൊണ്ടിരിക്കാണ്. ഒരാള് നോക്കിയിട്ട് നമ്മൾ നിസ്കാരം നന്നാക്കാൻ പറയും. രണ്ടാൾക്കാർ നമ്മൾ നിസ്കാരം നോക്കിയിട്ട് നമ്മൾ ഭയങ്കര റുക്കു വയ്ക്കും, ഭയങ്കര സുജൂദ് വയ്ക്കും, ഏതോ ഓന്നുകൾ പോയി. പക്ഷെ നമ്മളെ റബ്ബ് നോക്കുന്നുണ്ട്. അവൻ നിനക്ക് സമാധാനം, നിനക്ക് പ്രതിഫലം തരാനുള്ളതാണ്. അവിടെ നിസ്കാരം നന്നാക്കണം. അതിനുള്ള അധ്വാനിക്കണം, അതിനുള്ള പരിശ്രമം ചെയ്യണം, അതിനുവേണ്ടി പണിയെടുക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ തന്നെ മാർഗത്തിൽ പുറപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ പുറപ്പെട്ടോളൂ. ഇൻഷാ അല്ലാഹ് ജമാഅത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 15-ാം തീയതി, അതേമാതിരി തന്നെ ഓരോ 16-ാം തീയതി, 20-ാം തീയതി, 31-ാം തീയതി ഒക്കെ ജമാഅത്തുകളുണ്ട്, 1-ാം തീയതി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറ്റുന്നവർ കുറച്ച് സമയം തിരക്കിൻ്റെ നിസ്കാരം നോക്കണം, ആഹ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഒരു ചെറിയ പരിശ്രമം. നമ്മള് എന്തൊക്കെ എന്തൊക്കെയാ പണിയെടുക്കുന്നുണ്ട്. റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കിടക്കുന്ന ആരാണ്? താമസിക്കാൻ വീടില്ലാത്ത ആൾക്കാരല്ലേ? ആണോ വഴി ഒരാളെ ഫാമിലിക്ക് റിസോർട്ട് പോയി നമ്മളെ പൊടിയൊക്കൊന്നുമില്ല. മാഷാ അല്ലാഹ് വാരണം കൊണ്ടെത്തിയണം, റിസോർട്ടിലേക്കൊക്കെ പോകണം എന്നാണ് ഉപദേശിക്കലാണ് പണി. ഇതേപോലെ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സമയം അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിനും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് കുറച്ച് സമയം ചെലവാക്കണം. അതിന്റെ ബുദ്ധിയില്ലാത്ത മനസ്സിലാവില്ല, അതുകൊണ്ട് തീരെ മനസ്സിലാവില്ല. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതിയാ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ നിസ്കാരത്തെ നന്നാക്കാൻ പഠിച്ച തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് അവന്റെ ഖജനാവിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹ് നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദുആ